അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കുട്ടികളുടെ ടി.സി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാനേജ് സ്റ്റുഡൻറ്റ് എന്നതിൽ പോവുക. മദ്രസൻ്റെ സൈറ്റൊക്കെ ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ മാനേജ് സ്റ്റുഡൻറ്റ് എന്നതിൽ പോവുക. അതവിടെ മാനേജ് സ്റ്റുഡൻറ്റ് അതിൽ പോവുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ക്ലാസ്സുകൾ കാണിക്കും. ഏത് ക്ലാസ് അതിൽ സെലക്റ്റഡ് ക്ലാസ് എന്ന് കാണിക്കും. അപ്പോൾ ക്ലാസ് സെലക്ട് ചെയ്യുക. 3-ാം ക്ലാസ് സെലക്ട് ചെയ്തു. ഡിവിഷൻ സെലക്ട് ചെയ്യുമ്പോൾ എ എന്ന് സെലക്ട് ചെയ്തു. എ ക്ലാസ്സിൽ എന്നിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഈ വ്യൂ സ്റ്റുഡൻ്റ് എന്ന് കാണാണ്ടല്ലോ, വ്യൂ സ്റ്റുഡൻ്റ് എന്ന് കാണുന്നതിൽ ഇതാ ഇവിടെ ഈ വ്യൂ സ്റ്റുഡൻ്റ് എന്നതിലൊന്ന് പോവുക. ഇതിൽ പോവുക. ഇതിൽ പോയിട്ട് ഇങ്ങനെ താഴത്തേക്ക് പോയാൽ ആ ക്ലാസ്സിലുള്ള മൊത്തം കുട്ടികളെ ഇവിടെ കാണും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കുട്ടി ഇതാണെങ്കിൽ, നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന കുട്ടി ടി.സി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടി ഇതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങളുടെ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താവും, കോപ്പി എന്ന് ഇവിടെ മേലെ കാണും. കോപ്പി അടിക്കുക. കോപ്പി അടിച്ചതിൻ്റെ ശേഷം നേരെ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ സ്റ്റുഡൻറ്റ് എന്നതിൽ പോവുക. നേരെ ഇവിടെ ട്രാൻസ്ഫർ സ്റ്റുഡൻറ്റ് എന്നതിൽ പോവുക. ഇവിടെ ട്രാൻസ്ഫർ സ്റ്റുഡൻറ്റ് ഇതിൽ പോവുക. അതിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന മാനേജ് സ്റ്റുഡൻറ്റ് ട്രാൻസ്ഫർ എന്ന് കാണാം. ഏറ്റവും മുകളിൽ ചുവപ്പ് എഴുത്ത് അതിൽ പോവുക. അതിൽ പോയിട്ട് ഏറ്റവും അടിയിൽ കാണാം സ്റ്റുഡൻറ്റ് UID. ഇവിടെ പോയിട്ട് നേരെ ലോങ് പ്രസ് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് അവിടേക്ക് പേസ്റ്റായി. ഇനി ഏത് മദ്രസക്കാണ് ആ കുട്ടി പോകുന്നത് വെച്ചാൽ മദ്രസൻ്റെ നമ്പർ അടിച്ചു കൊടുത്ത് ഈ നീല ബട്ടൺ നെക്കി കഴിഞ്ഞാൽ ആ ടി.സി എന്താവും, ആണ് പോകും. ടി.സി പോകുന്നതോട് കൂടെ തന്നെ അതിൽ കുട്ടി ആകെ പ്രവൃത്തി ദിവസം, കുട്ടി ഹാജരായ ദിവസം, പിന്നെ ക്ലാസ് കയറ്റത്തിന് യോഗ്യത ഉണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കും. ആ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ കുട്ടീൻ്റെ ടി.സി പോകും. ഇങ്ങനെയാണ് ടി.സി കൊടുക്കേണ്ടത്. ഓക്കെ, അസ്സലാമു അലൈക്കും.